ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായ ഒരു വിഷയമാണ് ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് ഉപകാരം എന്നുള്ളത്. പൊതുസമൂഹത്തിൻ്റെ അവിടെ നിൽക്കട്ടെ, സ്വന്തം ആവശ്യം, അതായത് സ്വന്തം കാര്യത്തിനുള്ള ഉപകാരങ്ങൾ പറഞ്ഞുതരാം, ഉപയോഗങ്ങളും പറഞ്ഞുതരാം. ഏറ്റവും ചെറിയൊരു ഉദാഹരണം, അതായത് മലമൂത്ര വിസർജനം ചെയ്താൽ അതെങ്ങനെ വൃത്തിയാക്കണം എന്ന് വരെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. നഖം മുറിക്കൽ, മുടി മുറിക്കൽ, അങ്ങനെ കുളിക്കൽ, പല കാര്യങ്ങളും ഉണ്ട്. ഭക്ഷണം കഴിക്കൽ, അതൊക്കെ പോട്ടെ. പിന്നെ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ശുചിയാക്കണം, കുറേ വെള്ളം എടുത്തിട്ട് അങ്ങ് ഒഴിച്ച് ഒരു 2-3 ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു ടാങ്ക് വെള്ളം, പിന്നെ പച്ച മലയാളത്തിൽ ഞാൻ പറയുന്നില്ല, അവിടെ ഒഴിച്ചു കൊടുക്കലല്ല. അതെങ്ങനെ വൃത്തിയാക്കണമെന്ന് കൂടി മദ്രസയിൽ നിന്ന് സ്വന്തം വ്യക്തികാര്യത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു വഴിയിൽ കാണുന്ന ഒരു ചെറിയ മുള്ള്, ഒരു തടസ്സം, അതെടുത്ത് മാറ്റൽ പോലും, അതായത് ഈമാനിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്ന് പഠിപ്പിക്കുന്നത് മദ്രസകളിൽ നിന്നാണ്. പിന്നെ മദ്രസ എന്ന് പറയുന്നത് പിന്നെ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് പഠിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മദ്രസയിൽ ചേർത്തി തരാം. എന്നിട്ട് ഒരു മാസം അവിടെ പഠിച്ചു നോക്ക് എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഒരു മേഡം പറഞ്ഞതാണ്, ആ മേഡം എന്നിട്ട് എന്താക്കുക, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. ആദ്യം മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പഠിക്കാൻ പറ്റുമെന്ന് ഒരു മദ്രസയിൽ പോയിട്ടൊന്ന് ചോദിച്ചു. അപ്പം മനസ്സിലാവും മദ്രസ എന്തിനാണ്, എങ്ങനെയാണ് പൊതുസമൂഹത്തിന് ഉപകരിക്കുന്നത്, സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് ഉപകരിക്കുന്നത് എന്നൊക്കെ, എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവും.